ഹായ് എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയൊരു കോഴ്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനകത്തിലെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, കോഴ്സ് പ്രത്യേകിച്ചൊന്നുമല്ല, ഞങ്ങൾ LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക്, അതായത് LSGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രിലിംസ് ബാച്ച് നമ്മൾ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ തുച്ഛമായ ഒരു ഫീസിലായിരിക്കും നമ്മൾ നമ്മുടെ കോഴ്സ് കൊണ്ടുപോകുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന ഫീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഞാനൊരു തുടക്കം എന്ന രീതിയിൽ പറയുന്നത്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറയാം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ റൈറ്റേഴ്സ് ഐഎസിന്റെ എക്കണോമിക്സ് അധ്യാപകനാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LSGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് എക്കണോമിക്സിന്റെ സിലബസും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതാണ്? കൊളോണലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി. കോളനിവൽക്കരണവും ആ കോളനിവൽക്കരണം മൂലം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഓക്കെ ഓക്കെ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട് പേപ്പർ ടു സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ LSGSന്റെ പരീക്ഷ രണ്ട് ഘട്ടങ്ങളാണ് അല്ലെ? പേപ്പർ 1, പേപ്പർ 2. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് പ്രിലിംസ് അല്ലെ? അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയിരിക്കും അല്ലെ? നിങ്ങൾ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സിലബസ് എന്താന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പേപ്പർ 2നെ കുറിച്ച്. ഈ പേപ്പർ 2നകത്താണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് വരാൻ പോകുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ ശരിക്കും ഒരു നല്ലൊരു കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് അറിയാം, ഏകദേശം അറിയാം. നമുക്ക് വെയിറ്റേജ് എത്ര വരുന്നുണ്ട്, ഓരോ ടോപ്പിക്കിനകത്ത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൃത്യമായിട്ടായിട്ടുണ്ട്. കാര്യം നിങ്ങൾ വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? അല്ലെ കുറെ നാളായിട്ട് പുതിയ ആൾക്കാരും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് സ്ട്രാറ്റജി ഫോം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ പേപ്പർ 1നെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. എനിക്കിത് സംസാരിക്കാനുള്ളത് പേപ്പർ 2നെ കുറിച്ച്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സിലബസും ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പഠനം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പൊ പേപ്പർ 2, അപ്പൊ പേപ്പർ 2നകത്ത് എന്തൊക്കെയുള്ളത്? പേപ്പർ 2 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് പേപ്പർ 2 അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് പേപ്പർ 2നകത്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണ് സബ്ജക്ട്? ഇന്ത്യൻ പൊളിറ്റി ഉണ്ട്, ഇന്ത്യൻ എക്കണോമി ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്, അർബൻ ഗവേണൻസ്, ഇ ഗവേണൻസ്. ഇത്രയാണ് ടോപ്പിക്സ്. ഇതിനകത്ത് ഓരോന്നിന്റെ മാർക്ക് ഉണ്ട് 15, 15, 15, 15. അത് ഇന്ത്യൻ പൊളിറ്റിക്ക് 15 മാർക്ക്, ഇന്ത്യൻ ഇക്കണോമിക്ക് 15 മാർക്ക്, റൂറൽ ഡെവലപ്മെന്റ് 15 മാർക്ക്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്ക്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അതിന് 12 മാർക്ക്, കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് 12 മാർക്ക്, അർബൻ ഗവേണൻസ് 8, ഇ ഗവേണൻസ് 8. ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് അല്ലെ? അപ്പം ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയാണ്. നമ്മൾ അത് മാത്രം തൽക്കാലം ഒന്ന് നോക്കിയിട്ട് ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ അധ്യാപകർ അവരുടെ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്ത്യൻ എക്കണോമി നോക്കുമ്പോൾ ഇതിന് 15 മാർക്കാണുള്ളത്. അപ്പം അത് നല്ലൊരു പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് തവണ നമ്മൾ എല്ലാ അധ്യാപകരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ടഫാണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എന്നെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ഇത് ടഫായിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് പഠിച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് നോട്ട്സ് കവർ ചെയ്ത് നോട്ട്സ് നമ്മൾ എഴുതിയെടുത്ത് പഠിച്ച് ഡെപ്തിൽ വായിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തായിരിക്കും നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സ്ട്രാറ്റജി നമുക്കിവിടെ ഫോളോ ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ വായിക്കുക, ഇത് കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക്സ് എന്താന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറയത്തില്ല, ഇവിടെ നമ്മൾ ഇന്ത്യൻ ഇക്കണോമി എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഇക്കണോമി. ഓക്കെ, ആ ടോപ്പിക് വൈസ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിക്കാം. അപ്പൊ ടോപ്പിക് ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ഏതൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയും. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് ഇന്ത്യൻ എക്കണോമിയിൽ ബ്രിട്ടീഷ് റൂൾ സമയത്ത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവർ കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ചെയ്തത്. അതായത് അവർ ഭരിക്കുന്ന രാജ്യങ്ങളെ കോളനി ആക്കിയിട്ട് അതിന്റെ അനുസരിച്ചുള്ള ഓരോ
നയങ്ങൾ കൊണ്ടുവന്നു. അത് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ട്, പലതവണ നിങ്ങൾക്ക് അറിയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത്രേ ഉള്ളൂ, NCERT-യുടെ ക്ലാസ് 11-ന്റെ ടെക്സ്റ്റ് ബുക്ക്, എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആ ടെക്സ്റ്റ് ബുക്കിനകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ എന്ന് പറയുന്നത് NCERT 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് അതിനകത്തിലെ എക്കണോമിക്സിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഈ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് NCERT ഇത്ര ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കണം, നമുക്കൊരു സമയം നമുക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞങ്ങളിവിടെ ക്ലാസ്സുകൾ ഒതന്റിക് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മറ്റ് അസോസിയേറ്റഡ് ഇൻഫർമേഷൻ നമ്മൾ പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ഇടുന്നതും അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്ക് ഈ NCERT ഇത്രയും വായിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം വരത്തില്ല. നിങ്ങൾ ഈ നോട്ട്സും കവർ ചെയ്യാൻ നമ്മുടെ ക്ലാസ്സുകളും കേൾക്കുക. ഒക്കെ അത്ര ഉള്ള കാര്യം. അപ്പം ഇതാണ് നമ്മൾ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ കണ്ടീഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ. പിന്നെന്ന് പറയുന്നത് കൊളോണിയൽ റൂൾ വന്ന സമയത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് രണ്ടാമത്തെ ടോപ്പിക്. പിന്നെന്ന് പറയുന്നത് പ്ലാൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഈ പ്ലാൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ്. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ആസൂത്രിതമായ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ഇന്ത്യയുടെ എക്കണോമി നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് കുറെ പോളിസീസ് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യണം. അതാണ് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ കൊണ്ടുവരുന്നു. ഒരു ആസൂത്രണ കമ്മീഷൻ ഫോം ചെയ്യപ്പെടുന്നു. 5 ഇയർ പ്ലാൻസ് വരുന്നു. ഇക്കണോമിക് ലിബറലൈസേഷൻ, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണം വരുന്നു. പിന്നെ അതുപോലെ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ച. പിന്നെ അതുപോലെ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. അതായത് നമുക്ക് എക്കണോമിയിൽ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, ഇങ്ങനെ ഓരോ സെക്ടറുകൾ ഉണ്ട് അല്ലെ. ഈ സെക്ടറുകളുടെ കോൺട്രിബ്യൂഷൻ, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറി സെക്ടർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡറി സെക്ടർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ടേഴ്സറി സെക്ടർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇങ്ങനെ വിശദമായിട്ടുള്ള അനാലിസിസും പഠനം. ഇത്രയാണ് ഇന്ത്യൻ എക്കണോമിക് സിലബസ് എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 4-5 സെന്റൻസുകളിൽ നമ്മൾ ഒരു പാരഗ്രാഫ് പോലെ കാണുന്നു, അതങ്ങ് തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഒരുപാട് ഡെപ്തിൽ വായിച്ചു പോകേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് പഠിച്ചു പോകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകളിലും നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറയാം. അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് ഈ കോഴ്സിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, അപ്പൊ റൈറ്റേഴ്സ് IAS-ന്റെ LSGS-ന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കോഴ്സായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂട്യൂബിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോഴ്സായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, യൂട്യൂബിൽ വരുന്ന എന്റെ ഒരു പരിമിതി നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് കോഴ്സായിട്ട് ലൈവ് ക്ലാസ്സും നിങ്ങളുടെ ഓൺലൈൻ ഇന്ററാക്ഷൻസും നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാം നമ്മുടെ കോഴ്സ് ആകുമ്പോൾ. അപ്പം ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഫീസ് വളരെ വളരെ തുച്ഛമായ ഒരു ഫീസിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ഒന്നാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചർ സെക്ടർ എന്നാണ്. നമുക്ക് ആ ഒരു മേഖലയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വേറൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പിന്നിലേക്ക് പോകണം. കുറെ പിന്നിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം പിന്നിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ പിന്നിലേക്ക് പോയി 1947 എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും പിന്നിലേക്ക് പോകണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ഇവിടെ എത്തിയത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദമാക്കി തരാം. ഓക്കെ, നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഒരു റെഫറൻസ് ഉണ്ട്, റെഫറൻസ് പീരീഡ് ഉണ്ട്. 1947 എന്ന് പറയുന്നത്, അതായത് 47-ന് മുൻപ്. ഓക്കെ, അതുപോലെ തന്നെ 47-ന് ശേഷം എന്നൊരു ഒരു കാലയളവുകൾ പറയുന്നുണ്ട്. ഓക്കെ, 47-ന് മുമ്പ്, 47-ന് ശേഷം. എന്തുകൊണ്ട് ഈ 47-ന് മുമ്പും 47-ന് ശേഷം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒറ്റ കാര്യമുള്ളൂ. ബ്രിട്ടീഷേഴ്സ് ഭരിച്ചത് 47 വരെയാണ്. അതിനെ നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ഇറ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ 47-ന് ശേഷം ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഈ രണ്ട് സമയത്തും, ബ്രിട്ടീഷേഴ്സ് ഉള്ള സമയത്തും ബ്രിട്ടീഷേഴ്സ് ഇല്ലാത്ത സമയത്തും എക്കണോമിക് പോളിസീസിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അതുകൊണ്ടാണ് 47 നമ്മളൊരു റഫറൻസ് ഇയർ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. 47 മുമ്പ് 47 ശേഷം ഒന്നും പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ 47 മുമ്പ് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്നു. അവര് ഒരു കോളനിവൽക്കരണം എന്ന് പറയുന്നൊരു നയം കൊണ്ടുവന്നു. അപ്പൊ അതായത് ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റിയിട്ട് അവര് എന്ത് ചെയ്തു, ഭരിച്ചു. ഓക്കെ, ആ സമയത്ത് അതായത് കോളനിയാക്കി ഭരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇക്കണോമിയിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടായി. അതിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നമ്മുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 47 അല്ല, ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് നമ്മുടെ കൃഷി, അതായത് അഗ്രികൾച്ചർ രംഗത്ത്, ഓക്കെ, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ട്രേഡ്, ഓക്കെ, ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ്, ഇതെല്ലാം എന്ന് പറയുന്നത് വളരെ 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 മുന്നിലായിരുന്നു എന്ത്, ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോൾ തന്നെ അറിയാം, ആ സമയത്തെ ആൾക്കാർ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ വളരെ, അത് കരകൗശല പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത് വളരെ അവഗാഹമുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പൊ അതിനുശേഷമുള്ള ഒരു പീരീഡ് നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതായിരുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, നമ്മൾ പേർഷ്യ, ഇറാൻ അതുപോലുള്ള അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ വളരെ വലിയൊരു വ്യാപാര ബന്ധം നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, നമ്മുടെ രാജ്യത്ത് പോകുന്ന ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ആർട്ട് വർക്കുകളും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ, നമ്മൾ ഒരു തുണി നമ്മൾ കയറ്റി വയ്ക്കുമ്പോഴും നമ്മൾ ആ തുണിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ വർക്ക്സ്, അല്ലെങ്കിൽ നമ്മൾ കയറ്റി വിടുന്ന ഹാൻഡിക്രാഫ്റ്റിലുള്ള സ്റ്റോൺ വർക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷ്യസ് സ്റ്റോൺസ്, നമ്മുടെ ഡിസൈൻസ്, ഇതിനൊക്കെ വളരെ ഡിമാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ ട്രേഡ് നമുക്ക് വളരെ മികച്ചതായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് മികച്ചതായിരുന്നു, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമ്മളെ വളരെ മികച്ചതായിരുന്നു, അതുപോലെ അഗ്രികൾച്ചറും വളരെ വികാസം പ്രാപിച്ചതായിരുന്നു. ഇത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം നമുക്കിനി പറയേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത്രയ്ക്ക് മികച്ച ഒരു ഇന്ത്യയിലേക്ക് ആര് വരികയാണ്, ബ്രിട്ടീഷേഴ്സ് വരികയാണ്. അവര് എന്ത് ചെയ്യുന്നു, കോളനി ഭരണം ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇന്ത്യസ് ഇക്കണോമി അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ റിമൈൻഡ് ഫണ്ടമെന്റലി അഗ്രേറിയൻ. ഓക്കെ, അപ്പം ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് നമ്മളുടെ എക്കണോമി എന്ന് പറയുന്നത് എന്താണ്, പ്യുവർലി അഗ്രേറിയൻ ആണ്. അതായത് കൃഷിയെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഓക്കെ, കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം എടുക്കുക, കൃഷി എന്ന് പറയുന്ന തൊഴിലായി സ്വീകരിക്കുക, കൃഷി എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ക്രോപ്സിനെ യൂസ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അഗ്രേറിയൻ ഇക്കണോമി ആയിരുന്നു നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത്. ഓക്കെ, about 85%, ഈ ഫിഗർ ശ്രദ്ധിക്കുക, about 85% of the country's population lived mostly in villages and derived livelihood directly or indirectly from agriculture. ഓക്കെ, നമ്മളുടെ പോപ്പുലേഷന്റെ ആ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 85% ആൾക്കാർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്, വില്ലേജുകളിലായിരുന്നു, ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അത് കൃഷിയെ ഡയറക്റ്റ് ആയിട്ടും നേരിട്ടും കൃഷി ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് 85% ആൾക്കാരും ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ കൃഷിയുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്ന സമയത്ത് കൃഷിയായിരുന്നു, അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ 85% പോപ്പുലേഷനും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ അവര് കൃഷിയെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് അഗ്രികൾച്ചർ സെക്ടർ കണ്ടിന്യൂഡ് ടു എക്സ്പീരിയൻസ് സ്റ്റാഗ്നേഷൻ ആൻഡ് നോട്ട് ഇൻഫ്രീക്വന്റ്ലി അൺയൂഷ്വൽ ഡിറ്റീരിയോറേഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്നു, ഓക്കെ, കൃഷിയുണ്ട്, കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവര് കുറെ പോളിസീസ് കൊണ്ടുവന്നു, കുറെ ടാക്സേഷൻ സിസ്റ്റംസ് കൊണ്ടുവന്നു, കുറെ കൃഷിക്കാരിൽ നിന്ന് നികുതി പിരിക്കുന്ന കുറെ രീതികളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മളുടെ കൃഷിക്ക് എന്ത് സംഭവിച്ചു, ഇത് അഗ്രികൾച്ചറൽ സെക്ടർ കണ്ടിന്യൂഡ് ടു എക്സ്പീരിയൻസ് സ്റ്റാഗ്നേഷൻ. അതായത് നമ്മളുടെ കൃഷി രീതികൾ അല്ലെങ്കിൽ കൃഷി പ്രാക്ടീസുകൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് സ്റ്റോപ്പ് ആവാൻ തുടങ്ങി.
ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം നിൽക്കുന്ന ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലായിട്ട് കൃഷി നടക്കുന്നു. ഈ കൃഷി നടക്കുന്ന എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ഗ്രാമങ്ങളിലും കൃഷി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ബ്രിട്ടീഷേഴ്സ് വരുന്നു, ഇവരുടെ ആയിട്ടുള്ള കുറെ പോളിസീസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് കൃഷി പയ്യെ പയ്യെ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുന്നു. നോട്ട് ഇൻഫ്രീക്വന്റ്ലി അൺയൂഷ്വൽ ഡിറ്റീരിയോറേഷൻ, ഒരു തകർച്ച എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കാർഷിക രംഗം തകർന്ന് സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്രിട്ടീഷേഴ്സിന്റെ പോളിസീസ് കാരണം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. This stagnation in the agriculture sector was caused mainly because of the various systems of land settlement that were introduced by the colonial government. എന്തുകൊണ്ട് ഈ കാർഷിക രംഗം തകർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. എന്താന്ന് ചോദിച്ചാൽ, അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതായത് അവരുടെ അന്നത്തെ ഈ ലാൻഡ് വീതിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അതായത് ആ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതിനകത്ത് വന്ന പാളിച്ചയാണ്. പാളിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, അവർ കൊണ്ടുവന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു ഇഫക്റ്റ് ആണ് എന്തിന് കാരണമായത്? നമ്മളുടെ കാർഷിക രംഗം തകരുന്നതിന് കാരണമായത്. ഓക്കെ, അപ്പം നമുക്ക് കൃഷിയെ കുറിച്ച് പറഞ്ഞത്, കൃഷി നന്നായിട്ട് ഡെവലപ്പായി വരുന്നു, ബ്രിട്ടീഷേഴ്സിന്റെ പോളിസീസ് വരുന്നു, കൃഷി തകരുന്നു. ഓക്കെ, എന്ത് പോളിസിയാണ് പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ തന്നെ ഭൂമി കൃത്യമായിട്ട് കർഷകർക്ക് വീതിച്ചു കൊടുക്കുന്നതിനകത്ത് വന്ന അപാകതകളിൽ നിന്നൊക്കെയാണ് എന്തുണ്ടായത്? നമ്മളുടെ കാർഷിക രംഗം തകരാൻ കാരണമായത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് അവരുടെ കാലത്ത്, ബ്രിട്ടീഷേഴ്സിന്റെ കാലത്തുണ്ടായിരുന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ 3 പ്രധാനമായിട്ടും. ഏതൊക്കെയാണ്? ഒന്ന് ജമീന്ദാരി സിസ്റ്റം, രണ്ടാമത്തെ മഹൽവാരി സിസ്റ്റം ആൻഡ് മൂന്നാമത്തെ ദ റൈറ്റ് വാരി സിസ്റ്റം. ഓക്കെ, അങ്ങനെ 3 ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ 3 സിസ്റ്റംസിന്റെയും പരാജയം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് നമ്മളുടെ കാർഷിക രംഗം തകർന്നത്. അപ്പൊ നമുക്ക് ഈ 3 പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് തകർക്കപ്പെട്ടതെന്ന്. ഓക്കെ, നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ചോളാം. ആദ്യം നമുക്ക് പഠിക്കേണ്ട സമീന്ദാരി സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ് ഇൻ 1793 ത്രൂ പെർമനന്റ് സെറ്റിൽമെന്റ്. ഓക്കെ, ഇത് കൊണ്ടുവന്നത് ലോർഡ് കോൺവാലിസ് ആണ്. കോൺവാലിസ് പ്രഭുവാണ് ഇത് കൊണ്ടുവന്നത്. ഏത് വർഷം? 1793. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് അണ്ടർ ദ സമീന്ദാരി സിസ്റ്റം ദ ലാൻഡ് റവന്യൂ വാസ് കളക്ടഡ് ഫ്രം ദ ഫാർമേഴ്സ് ബൈ ദ ഇന്റർമീഡിയറീസ് നോൺ ആസ് സമീന്ദാർ. ഓക്കെ, അതായത് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് കൃഷിക്കാര് കൃഷി ചെയ്യുന്നു, അവരിൽ നിന്ന് ഈ ടാക്സ് കളക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? ജമീന്ദാരായിരുന്നു. എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തില് ടാക്സ് അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, ജമീന്ദാരി സിസ്റ്റം എന്തായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക, സ്ക്രീനിലേക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഇതൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു സമീന്ദാരി സിസ്റ്റം. ഓക്കെ, ഈ സമീന്ദാരി സിസ്റ്റം ഒരു 3 layers ആണ് അന്നത്തെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ ഏറ്റവും താഴെ സൊസൈറ്റിയില് കർഷകരാണ്. ഓക്കെ, അതിനു മുകളിൽ ഈ ജന്മി എന്ന് പറയുന്ന ജമീന്ദാർ എന്ന് പറയുന്ന ആള്, ഏറ്റവും മുകളിൽ സർക്കാർ. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു അന്നത്തെ ആ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ. ഏറ്റവും താഴെ ആരാ വരുന്നത്? കർഷകര്, അവർക്ക് മുകളിൽ ജമീന്ദാര്, ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇങ്ങനെ വരുന്നത്. ആക്ച്വലി ഈ ഭൂമി എന്ന് പറയുന്നത് ആരുടെ സ്വന്തമാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജമീന്ദാറിന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉടമസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ അത് ജമീന്ദാറാണ്, ജന്മിയാണ്. ഓക്കെ, അങ്ങനെ ഈ ജന്മിയുടെ ഭൂമിയിൽ ഈ കർഷകര് വന്ന്, പെസൻസ് വന്ന് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഭൂമി ആരുടേതാണ്? ജന്മിയുടേതാണ്. ആ കൊടുക്കുന്ന ആരാണ്? ജന്മിയുടെ പേരിലേക്ക് ഭൂമി കൊടുക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ജന്മിയുടെ ഭൂമിയിൽ വന്നിട്ട് ഈ കർഷകർ വന്ന് കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് ഈ കർഷകർ എല്ലാം വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ റവന്യൂ നേരെ ഈ ജമീന്ദാർ പിരിക്കുന്നു. ഓക്കെ, ഈ ജമീന്ദാർ ഈ മൊത്തം റവന്യൂ പിരിച്ചതിന് ശേഷം ജമീന്ദാറിന്റെ കയ്യിൽ നിന്ന് ആര് പിരിച്ചുകൊണ്ട് പോകും? അത് നേരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുകൊണ്ട് പോകും. അപ്പൊ ആകെ ഇവിടെ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാല്, ഈ കർഷകരുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാല് ആ 100 രൂപയും ആര് കൊണ്ടുപോകും? ജമീന്ദാർ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ജമീന്ദാറിന്റെ 100 ആവും, ഇവിടെ 0 എത്തും.
ഓക്കെ, ഈ ജമീന്ദാറിന് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്ന് അതിനകത്ത് നിന്ന് ആ 90 രൂപയും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുപോകും, പകരം ഇവിടെ 10 ആയിട്ട് മാറും. ഓക്കെ, ഫലത്തിൽ ഒരു കൃഷി നടന്നു കഴിയുമ്പോഴത്തേക്ക് കർഷകർക്ക് 0 രൂപ, ജമീന്ദാറിന് 10 രൂപ, ബ്രിട്ടീഷ് ഗവൺമെന്റിന് 90 രൂപ. ഇത്രയാണ് ആ റവന്യൂവിന്റെ ഒരു പോക്ക്. അപ്പൊ കർഷകർക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ജമീന്ദാറിന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു ശതമാനം കിട്ടുന്നുണ്ട്, മൊത്തവും കൂടുതലും ഒരു സിംഹഭാഗവും കിട്ടുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കർഷകർക്ക് കൃത്യമായ വരുമാനമില്ലാതെ വന്നു, കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ലാതെ വന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ആരും കൃഷി ചെയ്യാൻ വരാതാവും. അങ്ങനെ കാർഷിക രംഗം തകരുകയാണ് ഉണ്ടായത്. ഇത് ഒരു സിസ്റ്റം, ഇത് ജമീന്ദാരി സിസ്റ്റമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇവിടെ ജമീന്ദാരി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത്, ജമീന്ദാരി സിസ്റ്റത്തിലെ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആരെന്നാണ് ഞാൻ പറഞ്ഞത്, അത് ജമീന്ദാറാണ്. ഓക്കെ, the land revenue was collected from the farmers by the intermediaries known as zamindar. ഞാൻ ഈ പറഞ്ഞ ഇന്റർമീഡിയറി, അതായത് കർഷകർക്കും സർക്കാരിനും ഇടയ്ക്കുള്ള ഇന്റർമീഡിയറി ജമീന്ദാർ, അവരാണ് ജമീന്ദാരി സിസ്റ്റം അനുസരിച്ച് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നത്. Okay, the share of the government in the total land revenue collected by the zamindar was kept at 10/11 and the remainder going to zamindar. Okay, അതായത് 11 ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം റവന്യൂവിനെ നമ്മൾ 11 ഭാഗമായിട്ട് തിരിച്ചാൽ അതിൽ 10 ഭാഗം പോകുന്ന ആർക്കാണ്, ഗവൺമെന്റിന് പോകുന്നു. അതിൻ്റെ അകത്ത് റിമൈനിങ് ആ 1% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ജമീന്ദാറിന് പോകും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 90 രൂപയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് പോകും, 10 രൂപ മാത്രം ആർക്ക് കിട്ടുന്നു, ജമീന്ദാറിന് കിട്ടുന്നു. Okay, the system was most prevalent in West Bengal, ബീഹാർ, ഒഡീഷ, UP, ആന്ധ്രാപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റിലായിരുന്നു ഈ സിസ്റ്റം ഉണ്ടായിരുന്നത്, വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നു, ബീഹാറിൽ ഉണ്ടായിരുന്നു, ഒഡീഷയിൽ ഉണ്ടായിരുന്നു, UP, ആന്ധ്രാപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. ഇത്രയും സ്റ്റേറ്റുകളാണ്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റേറ്റുകൾ ഇന്നുള്ള ഇത്രയും സ്റ്റേറ്റ് വരുന്ന റീജിയൻസിലായിരുന്നു ഈ ജമീന്ദാരി സിസ്റ്റം നിലനിൽപ്പുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം കർഷകർക്ക് ദോഷമുണ്ടായി, എങ്ങനെ നമ്മുടെ കൃഷിയെ ബാധിച്ചു, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകാം. അടുത്ത റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, റൈറ്റ് വാരി സിസ്റ്റം വാസ് ഡിവൈസ്ഡ് ബൈ ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡ് ആൻഡ് സർ തോമസ് മൺട്രോ. ഇത് രണ്ട് പേരൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ആരൊക്കെയാണ്, ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡ് ആൻഡ് സർ തോമസ് മൺട്രോ. ഈ തോമസ് മൺട്രോയെ മറക്കരുത്. ഓക്കെ, അപ്പൊ തോമസ് മൺട്രോ എന്ന് പറയുന്ന ആളാണ് ഈ റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്നാണ് ഇത് വന്നതെന്ന് ചോദിച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് 18th century ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ലേറ്റർ, അതായത് ഈ തോമസ് മൺട്രോ ആണ്. when he was the governor of മദ്രാസ് പ്രസിഡൻസി, 1819 മുതൽ 26 വരെ മദ്രാസിന്റെ ഗവർണർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു റൈറ്റ് വാരി സിസ്റ്റം ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് വാരി സിസ്റ്റം ആരാണ് ഡിവൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡ് ആൻഡ് സർ തോമസ് മൺട്രോ. തോമസ് മൺട്രോ എന്നുള്ള പേര് വിട്ടുപോകരുത്, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്താണ് റൈറ്റ് വാരി സിസ്റ്റം നോക്കാം. അണ്ടർ ദ റൈറ്റ് വാരി സിസ്റ്റം ദ ലാൻഡ് റവന്യൂ വാസ് പെയ്ഡ് ബൈ ദ ഫാർമേഴ്സ് ഡയറക്ട്ലി ടു ദ സ്റ്റേറ്റ്. ഓക്കെ, ഈ സിസ്റ്റം അനുസരിച്ച് ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല. റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത് നോ ഇന്റർമീഡിയറ്റ്സ് ഇല്ല. അവിടെ കർഷകര് നേരിട്ട് സർക്കാരിലേക്ക് പൈസ കൊടുക്കുന്നു. ഇതാണ് നോക്കാം, ഇതാണ് റൈറ്റ് വാരി സിസ്റ്റം. ഇവിടെ നോക്കാം, ഇവിടെ കർഷകനുണ്ട്, ഈ കർഷകൻ നേരിട്ട് ഈ പൈസ ആരിലേക്ക് കൊടുക്കുന്നു, ബ്രിട്ടീഷേഴ്സിലേക്ക് കൊടുക്കുന്നു. ഇതാണ് എന്ത്, റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇന്റർമീഡിയറ്റ്സ് ഇല്ല, ഡയറക്റ്റ് ഫാർമർ അതിന്റെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആർക്ക് കൊടുക്കുന്നു, അത് ഗവൺമെന്റിലേക്ക് നേരിട്ട് കൊടുക്കുന്നു. അതാണ് എന്ത്, റൈറ്റ് വാരി സിസ്റ്റം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഫാർമർ ആണ് കൃഷി ചെയ്യുന്നത്, അദ്ദേഹം നേരെ അതിന്റെ വരുമാനം ആർക്ക് കൊടുക്കുന്നു, അത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും, അത് നേരെ ബ്രിട്ടീഷേഴ്സിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോഴും മനസ്സിലായി ഫാർമർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് മനസ്സിലായി. Okay, the riots could not be evicted from their land as long as they paid the rent. Okay, അവർ റെന്റ് കൊടുക്കുന്ന കാലത്തോളം അവരിങ്ങനെ നിൽക്കാൻ പറ്റും, ആ കൃഷി ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, and it was prevalent in most southern India, first introduced in Tamil Nadu. It was later extended to Maharashtra, ബീഹാർ, ഈസ്റ്റ് പഞ്ചാബ്, കൂർഗ് ആൻഡ് ആസാം. ഓക്കെ, ഇത് സൗത്ത് ഇന്ത്യയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, അത് ആദ്യം പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ. സർ തോമസ് മൺട്രോ മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സിസ്റ്റം ഡിവൈസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് സൗത്ത് ഇന്ത്യയിലാണ് ഇത് വളരെ പ്രിവലന്റ് ആയിട്ടിരുന്നത്. അതുപോലെ തമിഴ്നാട്,
മഹാരാഷ്ട്രയിലേക്ക് എത്തി, കൂർഗ്, പഞ്ചാബ്, ആസാം, ഇങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇത് വ്യാപിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഒരു പക്ഷെ മാച്ച് ദ ഫോളോയിങ്ങിനകത്തായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ വേറെ സിസ്റ്റം കൊടുത്തേക്കുന്നു, റൈറ്റ് സൈഡിൽ ഇതിന്റെ ഒരു ഡെഫിനേഷൻ ആയിരിക്കും. ഓക്കെ, ഡയറക്ട്ലി പേയ്മെന്റ് ആണോ, അതായത് ഫാർമർ ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു, അത് ഏത് സിസ്റ്റമാണ്? റൈറ്റ് വാരി സിസ്റ്റമാണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സമീന്ദാർ ഉണ്ടെങ്കിൽ, സമീന്ദാരാണ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമീന്ദാരി സിസ്റ്റമാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു അടുത്ത രണ്ടാമത്തെ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തൊരു സിസ്റ്റം ഉണ്ട്, അതാണ് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മഹൽവാരി സിസ്റ്റം ഇൻ 1822 ഇംഗ്ലീഷ്മാൻ ഹോൾട്ട് മക്കൻസി ഡിവൈസ്ഡ് എ ന്യൂ സിസ്റ്റം നോൺ ആസ് മഹൽവാരി സിസ്റ്റം. അപ്പൊ അതിന്റെ ആരാണ് കൊണ്ടുവന്ന? ഹോൾട്ട് മക്കൻസി എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവന്ന 1822 കൊണ്ടുവന്നതാണ് ദ മഹൽവാരി സിസ്റ്റം. Okay, the Mahalwari system in the northwestern provinces of the Bengal presidency. Okay, അത് എവിടെയാണ് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാല് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് ഓഫ് ദ ബംഗാൾ പ്രസിഡൻസി. അന്നത്തെ ബംഗാൾ പ്രവിശ്യ, അത്രയ്ക്ക് വലുതായ ബംഗാൾ പ്രവിശ്യയുടെ വടക്കൻ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് ശരിക്കും കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബംഗാളിന്റെ വടക്ക് പടിഞ്ഞാറ് ഏകദേശം വരുമ്പോൾ ഏതാണ്? ഉത്തർപ്രദേശ് ഭാഗത്താണ്. ഇന്നത്തെ ഉത്തർപ്രദേശ് റീജിയനിലാണ് ഈ മഹൽവാരി സിസ്റ്റം വരുന്നത്. Okay, under the Mahalwari system, the land revenue was collected from the farmers by the village headman on behalf of the whole village and not the zamindar. Okay, ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ട്. അവിടെ സമീന്ദാരി സിസ്റ്റത്തിൽ സമീന്ദാറാണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ ഇവിടെ വില്ലേജിന് വേണ്ടിയിട്ട്, ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് ഒരു വില്ലേജ് ഹെഡ്മാൻ ഉണ്ടാവും. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഈ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ കൃഷിക്കാരിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുന്നത്. Okay, under the Mahalwari system, the land revenue was collected from the farmers. കൃഷിക്കാരിൽ നിന്ന് ആ റവന്യൂ പിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒരു ഇടനിലക്കാരനുണ്ട്, ഒരു ഇന്റർമീഡിയറി ഉണ്ട്. അയാളാണ് ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ റവന്യൂ കളക്ട് ചെയ്യുന്നത്. അതിനെ വില്ലേജ് ഹെഡ്മാൻ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, അപ്പൊ വില്ലേജ് ഹെഡ്മാൻ ആണ് എന്ത് ചെയ്യുന്നത്? മഹൽവാരി സിസ്റ്റത്തിൽ എന്ത്? ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതേണ്ടേ മഹൽവാരി സിസ്റ്റം. ഇവിടെ ഫാർമേഴ്സ് ഉണ്ട്, അയാളുടെ ആ ഫാർമറിൽ നിന്ന് ഒരു മിഡിൽ മാനിലേക്ക്, അതായത് വില്ലേജ് ഹെഡ്മാൻ. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ടാക്സ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നേരെ ബ്രിട്ടീഷേഴ്സിന് കൊടുക്കുന്നു. എന്ത് വന്നാലും ശരി, ഇതിനകത്ത് മൂന്നിനകത്തിലും പ്രത്യേകത എന്താണ്? ഫാർമർക്ക് കിട്ടേണ്ട വരുമാനം നേരെ ബ്രിട്ടീഷേഴ്സിന് പോകുന്നു, കുറച്ചൊക്കെ ഇടനിലക്കാർക്ക് കിട്ടുന്നു. ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഫാർമർക്ക് ഒന്നും കിട്ടുന്നില്ല. Okay, അതുപോലെ തന്നെ the entire village was converted into one bigger unit called Mahal and was treated as one unit for the payment of land revenue. അത് ഈ വില്ലേജുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മഹൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർ കൊണ്ടുവന്നത്. അതാണ് മഹൽവാരി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വില്ലേജുകളെല്ലാം കൂടെ എന്താക്കി മാറ്റുന്നത്? മഹൽ എന്ന് പറയുന്ന ഒരു വലിയൊരു യൂണിറ്റ് ആക്കി മാറ്റിയിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇവര് റവന്യൂ പിരിച്ചുകൊണ്ടിരുന്നത്. Okay, the system was popularized by Lord William Bentinck in Agra and Awadh and later extended to Madhya Pradesh and Punjab. ഇത് പോപ്പുലറൈസ് ചെയ്ത ആരാണ്? വില്യം ബെന്റിക് ആണ്. അത് ആഗ്ര, അവധ്, അതുപോലെ തന്നെ മധ്യപ്രദേശ് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കപ്പെട്ടു, ഈ മഹൽവാരി എന്ന് പറയുന്ന സിസ്റ്റം. അപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറി ഉള്ളത് അത് ഏതൊക്കെയാണ്? അത് സമീന്ദാരി സിസ്റ്റത്തിനും അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റത്തിനുമാണ് ഇന്റർമീഡിയറി ഉള്ളത്. ഇന്റർമീഡിയറി ഇല്ലാത്തത് ഏതൊക്കെയാണ്? അത് റൈറ്റ് വാരിയാണ്. ഓക്കെ, റൈറ്റ് വാരി സിസ്റ്റത്തിന് ഇന്റർമീഡിയറി ഇല്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ മൂന്ന് സിസ്റ്റംസ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് സമീന്ദാരി സിസ്റ്റം വന്നപ്പോഴും റൈറ്റ് വാരി സിസ്റ്റം വന്നപ്പോഴും മഹൽവാരി സിസ്റ്റം വന്നപ്പോഴും ഇതിന് മൂന്നിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? കർഷകരുടെ വരുമാനം ബ്രിട്ടീഷിലേക്ക് എത്തുന്നു. അതായത് കർഷകർക്കൊന്നും കിട്ടുന്നില്ല. കർഷകർക്കൊന്നും കിട്ടാതെ വരുമ്പോ എന്താ പ്രശ്നം? ഇവർക്ക് വരുമാനം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെത്തും, ഇവര് കൃഷി നിർത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഈ കൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇവരെത്തും. അങ്ങനെയാണ് നമ്മളുടെ കാർഷിക രംഗം കൊളോണലൈസേഷൻ, അതായത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാർഷിക രംഗം തകർന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടാതെ വേറൊരു കാരണം കൂടിയുണ്ട്. Besides this, low levels of technology, lack of irrigation facilities and negligible use of fertilizers all added up to aggravate the plight of the farmers and contributed to the dismal level of agricultural productivity. വേറെ റീസൺസ് ഉണ്ട്. ഇവിടെ കർഷകർ കൃഷി ചെയ്യുമ്പോൾ ഇവര് ഈ ബ്രിട്ടീഷേഴ്സ് പണം വാങ്ങുക മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഇവർക്ക് വേണ്ട അടിസ്ഥാനപരമായ കൃഷി ചെയ്യാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും കൊടുത്തിട്ടില്ല.
അപ്പം മനസ്സിലാവുമല്ലോ, ഇപ്പൊ കൃഷിയെയും ഇവര് നശിപ്പിച്ചു, കർഷകരെയും നശിപ്പിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ലോ ലെവൽസ് ഓഫ് ടെക്നോളജി, അതായത് പുതിയ ടെക്നോളജി ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. കൃഷി ഇവര് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക, അവിടുന്ന് പൈസ എടുക്കുക, അവിടെ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷിയുടെ ഉപേക്ഷിക്കുക. ഇതായിരുന്നു അവർ ഉപയോഗിച്ചത്. അതുപോലെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന പദ്ധതികളുടെ അഭാവം വന്നു. അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് റെയിൻഫെഡ് ആണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത്. മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റി കൊണ്ടുവരണം, അല്ലെ? അടുത്ത് നദി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചാല് വെട്ടി കൃത്യമായിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ നമുക്ക് പറ്റണം. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷി പൂർണ്ണമായിട്ടും തകരും. അതുപോലെ നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളത്തിന്റെ വളരെ മിനിമൽ യൂസേജ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? കർഷകരെ ഒരുപാട് ബാധിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി പൂർണ്ണമായിട്ടും നശിക്കുകയാണ്. അതുപോലെ ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷൻ ഹെൽപ് ദ ബ്രിട്ടീഷേഴ്സ് ടു ടേക്ക് ബാക്ക് ദ ക്യാഷ് ക്രോപ്പ് ടു ദർ ഹോം കൺട്രി. പിന്നെ അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു? ഫുഡ് കോർപ്പിന്റെ നിർമ്മാണം, അത് അരി ഗോതമ്പ് പോലുള്ള സാധനങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ കൃഷി ഇവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർക്ക് വേണ്ട ക്യാഷ് ക്രോപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് കോട്ടണ്, ജൂട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും? ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജൂട്ടും അല്ലെ കോട്ടണും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും. അവര് എങ്ങോട്ട് കൊണ്ടുപോകും? ഇപ്പൊ കോട്ടന്റെ കൃഷിക്കാർ പ്രോത്സാഹിപ്പിച്ചാൽ അത് നേരെ ഇവിടെ പോകും, ബ്രിട്ടനിൽ എത്തിക്കും. ബ്രിട്ടനിൽ എത്തിച്ചിട്ട് അവരുടെ ഇൻഡസ്ട്രീസിൽ അവരെന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് അത് നേരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഓക്കെ, ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഫ്രീ ആയിട്ട് അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. ആ റോ മെറ്റീരിയൽസ് വെച്ച് അവര് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിറ്റ് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് മൊത്തത്തില് ബ്രിട്ടൻ ഡെവലപ്പ് ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ ഡെവലപ്മെന്റിന് അവരൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇന്ത്യയുടെ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ കൃഷിയുടെ ഭാഗം. ഇന്ത്യൻ എക്കണോമിയിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കൃഷി എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് മാത്രം ബ്രിട്ടീഷേഴ്സ് കൊടുത്ത ഏറ്റവും വലിയ ചതികളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അവര് കൊണ്ടുവന്ന പോളിസീസ് നമ്മളുടെ കാർഷിക രംഗത്തെ എങ്ങനെ തകർത്തു എന്നാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഇനിയുണ്ട് ഇൻഡസ്ട്രി എങ്ങനെ തകർത്തു നമുക്കിനിയുണ്ട് അടുത്തത്. അങ്ങനെ ഓരോ സെക്ടേഴ്സിനെയും ബ്രിട്ടീഷേഴ്സിന്റെ കോളനിവൽക്കരണം ഒരുപാട് തരത്തിൽ നെഗറ്റീവ്ലി ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരും, പറയും, നിങ്ങൾക്ക് നോട്ട്സ് തരും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട്, റൈറ്റേഴ്സ് IAS അക്കാഡമിയുടെ ഒരു ടെലിഗ്രാം ചാനലിനകത്ത് നോട്ട്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നോട്ട്സും വായിക്കാം, ഈ നമ്മൾ ക്ലാസ്സും കേൾക്കാം. ക്ലാസ്സും കേട്ട് കൃത്യമായിട്ട് ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.